ഇതിപ്പം 2-2.5 കൊല്ലമായിട്ട് നമുക്കിവിടെ നടക്കാനായിട്ടോ വരാനായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. പൈസ അനുവദിച്ചിട്ടുണ്ട്, MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇവിടുത്തെ ആൾക്കാർ റെസിഡൻസ് ആയിരുന്നാലും ഏതിൻ്റെ ആൾക്കാരായിരുന്നാലും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഇത് കാണാമായിരുന്നു. ഇന്ന് തമ്പാനൂരിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം, അവർ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതൊന്ന് നോക്കണം, ഇതെല്ലാം പുഴുവാണ്. അത് ആര് പറഞ്ഞാലും ആരെ കണ്ടാലും ആരും വിശ്വസിക്കാത്ത സംഭവമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂരിലുള്ള SS കോവിൽ റോഡിലാണ്. ഇവിടത്തെ പൊന്നാണ്ടൻശ്ശേരി ലൈനിലെ 35ഓളം കുടുംബങ്ങൾ 2-2.5 വർഷത്തോളമായി അനുഭവിക്കുന്ന ഡ്രെയിനേജ് ബ്ലോക്ക് സംബന്ധമായ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ തമ്പാനൂർ വാർഡിൽ പൊന്നാണ്ടശ്ശേരി ലൈനിൽ താമസിക്കുകയാണ്. ഡ്രെയിനേജ് പ്രശ്നം ഇവിടെ വന്നിട്ട് 2.5 വർഷമായി. ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ. കിടക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷത്തോളമായി. ഇവിടുത്തെ ആൾക്കാർ റെസിഡൻസ് ആയിരുന്നാലും ഏതിൻ്റെ ആൾക്കാരായിരുന്നാലും ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ജീവിക്കുന്നവർ മനുഷ്യരാണ്. പിന്നെ പുഴുവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പുഴുവാണ് വീട്ടിനകത്ത് കയറി വരുന്നത്. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വർഷം 2 കഴിഞ്ഞു, ഇനിയും ഇതൊന്നും ചെയ്യാൻ വയ്യാതെ തന്നെ കുറച്ച് കഷ്ടമാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തന്നേ പറ്റും. ഇവിടെ നമ്മൾ പറയാമെന്നുള്ളവരത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരും ചെയ്യാൻ പറ്റുന്നില്ല. മഴയാണ്, മഴ പെയ്യുമ്പോൾ കുത്തിവിടാൻ പറ്റില്ല. ഇതൊക്കെ മഴയില്ലാത്ത സമയത്ത് വെയിലുണ്ടാകുമ്പോൾ ചെയ്യണമായിരുന്നു. അതൊന്നും ചെയ്യുന്നില്ല ആരും. പറയുമ്പോൾ മാത്രം ഇത്രയും അങ്ങ് പറഞ്ഞിട്ട് പോകും. ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പറയും ഇപ്പം മഴയാണ്, മണ്ണ് മാറ്റാൻ പറ്റില്ല, അത് കഴിഞ്ഞുടനെ മണ്ണ് മാറ്റിത്തരാം എന്നാണ് പറയുന്നത്. പക്ഷേ മഴ മാറിക്കഴിയുമ്പോഴും പറഞ്ഞ ഒരു നമ്മുടെ ഇവിടെ വന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം പറ്റില്ല, ചൈത്രത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാലേ നടക്കുകയുള്ളൂ എന്നാണ് അവർ പറയുന്നതെന്ന്. പക്ഷേ ഞങ്ങളത് വിശ്വസിച്ച് അങ്ങ് പോവുകയാണ്. ഒരു 2 വീലർ കഷ്ടിച്ചു പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ 35ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പൊന്നാണ്ടൻശ്ശേരി ലൈനിന്. അവിടെയാണ് SS കോവിൽ റോഡിലെ ഡ്രെയിനേജ് ലൈൻ പുതുക്കി പണിതപ്പോൾ ഉണ്ടായ അശ്രദ്ധ മൂലം ഇവർക്ക് ഇങ്ങനൊരു ഗതി വന്നത്. ഈ റോഡ് ഇപ്പോൾ ഈ ഇടയ്ക്ക് പൊങ്ങിയതാണ്. ആ പോക്കാൽ കാരണം ഈ മുടിക്കിലോട്ട് റോഡിൽ നിന്ന് ഉള്ള വെള്ളം ഈ റോഡിലോട്ട് ഇറങ്ങുകയും ആ വെള്ളം പോവാൻ സാധ്യതയില്ല. അതോ ഈ കാണുന്ന പൈപ്പ് പൊങ്ങിയിരിക്കുകയാണ്. വെള്ളം അടിയിൽ നിൽക്കുകയാണ്. ഈ ലെവലിലുള്ള വെള്ളം എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അതിൽ കൊതുക്, കൂത്താടി എല്ലാം ഉണ്ട്. ഞാൻ ബ്ലീച്ചിങ് പൗഡർ അപ്പം വാങ്ങിച്ചിടും, എന്നാലും ക്ലീൻ ചെയ്യും. നമ്മൾ ഉറക്കഴിഞ്ഞാണ് ഈ വീടുകളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി തൂത്തുവാരുകയും ഈ ഇലകൾ പറക്കിക്കളയുകയും എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഈ റോഡ് പൊങ്ങിയത് കാരണം നമുക്ക് വലിയ ഇതാണ്. പക്ഷേ ഈ വെള്ളം പോകത്തക്ക രീതിയിലുള്ള നമുക്ക് ജീവിക്കണം. ഇവിടെ 10-30 വീടുകളുണ്ട്. ആ വീടുകളിലുള്ള കുട്ടികളും നമ്മളെ അയൽവാസികളെല്ലാം ഇത് ചെയ്യണം. ഈ വെള്ളത്തിൽ ചവിട്ടി തന്നെയാണ് പോകുന്നത്. അത് ഒരു അപേക്ഷയായി കരുതി തന്നെ ഇത് ചെയ്യണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മഴ വന്നാൽ ഇവിടെ ഭയങ്കര വെള്ളമാണ്. ഇത് ഇവിടെ കൂടെ നയിക്കാകൂല, അല്ലാതെ ഇത് ഓവർഫ്ലോ ചെയ്ത് ഇവിടെ കൂടെ നടക്കാകൂല. അതിനുവേണ്ടിയാണ് ഈ ഷീറ്റ് ഇവിടെ ഇങ്ങനെ ഇട്ടത്. ഈ ഷീറ്റ് ഇട്ടിരുന്നില്ലെങ്കിൽ ആർക്കും നടക്കാകൂല. പിന്നെ ഇതിൻ്റെ സൈഡെല്ലാം ഇടിഞ്ഞു കിടക്കേ. അവിടെ കൂടെ വെള്ളം ഈ ഓടയ്ക്കകത്ത് കയറി ഓടയെല്ലാം ഇല്ല. വീട്ടിനകത്ത് വരെ മഴ വരുമ്പം വീട്ടിനകത്ത് കയറും വെള്ളം. ഇത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളം ആ ക്ലോസറ്റിൽ കൂടെ നേരെ വീട്ടിനകത്ത് വേണം വരുന്നത്. പ്രശ്നം ഈ മാനുവൽ കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അത് വന്ന് പിന്നെ ഇതിലേക്ക് വേണ്ടി 30 ലക്ഷം രൂപ അലേർട്ട് ചെയ്തിട്ടുണ്ട്. പൈസയും കൊടുത്തെന്നൊക്കെയാണ് പറയണത്. പക്ഷേ വർക്കും നടക്കണില്ല, ഒന്നും ഇടയ്ക്ക് MLA ഇവിടെ വന്നപ്പോൾ ചോദിച്ചായിരുന്നു. അത് പൈസ അലേർട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ പണി നടക്കും. ഈ ഇടവഴി അപ്പുറത്തെ ഇടവഴി 2 ഇടവഴി. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കണില്ല. 5ഓളം മാൻഹോൾ പൊട്ടിക്കിടക്കുകയാണ്. ആ പൊട്ടി അതുവഴി സൈഡ് വഴി ലീക്കായാണ് ഓടയ്ക്കകത്ത് ഈ ഡ്രെയിനേജ് വെള്ളം വരണത്. മഴ സമയത്താകുമ്പോൾ വളരെയധികം ഇവിടെ വെള്ളക്കെട്ട് കാരണം ഒരു ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ കൊതുകുകൾ വളരെ കൂടുതൽ. ഈ വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിട്ട് അത് പെരുകി അത് വീട്ടിൽ തന്നെ രാത്രി കിടന്നുറങ്ങാനൊക്കാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പല പ്രാവശ്യം പല മേലധികാരികളെ അറിയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം 2-2.5 കൊല്ലമായിട്ട് നമുക്കിവിടെ നടക്കാനായിട്ടോ വരാനായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മഴ പെയ്താൽ തന്നെ നമ്മുടെ ഈ തൊട്ട് താഴെ കാണുന്ന ഇതിൽ കൂടെ ഡ്രെയിനേജ് പൊട്ടി ഒഴുകുകയും നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഓടയിൽ വെള്ളം പോകാതിരിക്കുകയും ഭയങ്കര ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യം. അതുപോലെ തന്നെ ആൾക്കാർ നടന്നു വരുമ്പോഴത്തേനും തന്നെ ആ വെള്ളത്തിൽ ചവിട്ടിയിട്ട് നമ്മൾ പോവുക, നമ്മുടെ വീടുകളിലേക്ക് കയറാൻ പറ്റാതിരിക്കുക. പല കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിൻ്റേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങൾ
അസുഖങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേനും ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണ്, അല്ലെങ്കിൽ പരിസരത്തെ വൃത്തിയില്ലാത്തതിൻ്റെയാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പല അധികാരികളെയും കണ്ടു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ ഡ്രെയിനേജ് പൊട്ടി ഒലിക്കുകയാണ്. ഇത് നമുക്ക് താമസിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. പല അധികാരികൾക്കും പിന്നെ ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടും പിന്നെ പൈസ അനുവദിച്ചിട്ടുണ്ട്, MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അതിൻ്റെ മറ്റ് നടപടികൾ നടന്നതായിട്ട് നമുക്ക് യാതൊരു അറിവുമില്ല. പിന്നെ അവർ പറയുന്നുണ്ട് പിന്നെ ടെൻഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ടെൻഡർ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ടെൻഡർ എടുക്കാൻ ആൾ കിട്ടുന്നില്ല. ടെൻഡർ എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനിപ്പം നമ്മൾ ഈ റെസിഡൻസുകാരോ ഇവിടുത്തെ താമസക്കാരോ വിചാരിച്ചാൽ നമുക്ക് ആളിനെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്യേണ്ട സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ നാട്ടുകാർ, ഈ ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാലക്രമത്തിൽ ഇത് വളരെ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. കാരണം പകർച്ചവ്യാധികൾ സഹിതം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് നമുക്ക് പറയാനുള്ളത് എത്രയും വേഗം ഇതൊന്ന് ശരിയാക്കി കിട്ടുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം. ഡ്രെയിനേജ് 2 വർഷമായിട്ട് ഇങ്ങനെ പൊട്ടി ഒഴുകി പല തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. പക്ഷെ ഓരോരുത്തരും ഇവിടെ വിട്ട് പോകുന്നതല്ലാതെ ഇത് നന്നാക്കുന്നതിനുള്ള ഒരു പരിപാടിയും ആരും ചെയ്തിട്ടില്ല. പിന്നെ ഈ സാമൂഹ്യ പ്രവർത്തകന്മാർ കുറച്ച് ആൾക്കാർ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞു തളർന്നു. 2 വർഷമായിട്ട് പല തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഓരോ കുട്ടികളും മുതിർന്നവരുമൊക്കെ. ഇതൊന്ന് നോക്കണം. എന്നുവെച്ചാൽ നമ്മൾ യുവ തലമുറയുള്ള ആൾക്കാരാണ്. ഇതെല്ലാം പുഴുവാണ്. അത് ആര് പറഞ്ഞാലും ആരെ കണ്ടാലും ആരും വിശ്വസിക്കാത്ത സംഭവമാണ്. കണ്ട, ഇത് പുഴുവാണ്. ഇത് ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പുഴുവാണ്. ഇത് ഡീസൽ ഇട്ടാൽ പോലും ചാവാത്ത പുഴുവാണിത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഇന്നലെ എൻ്റെ കൊച്ചു വന്നപ്പോൾ തന്നെ ഇതുവഴി കാല് വീണ് കാൽ ഫുള്ളും അലുമ്പായി ഇങ്ങനെ ഒരു പ്രശ്നം പോലെ ഇങ്ങനെ ഇരുന്ന ഒരു സംഭവമാണ് ഇത്. ഇതാണ് കണ്ട് സംഭവം കണ്ട എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളും പറയേണ്ടത്. ഞാൻ ഇവിടുത്തെ സ്ഥലം വാസിയാണ്. കൗൺസിലർ ആരും വരുന്നില്ല. ഹരികുമാർ എന്ന് പറഞ്ഞ ഒരു സാറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അതിനറിയാം. പക്ഷേ ഞാൻ അന്ന് ജയിച്ച ഒരു ടൈമിൽ കണ്ട ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ മഴയത്താണെങ്കിൽ ഈ വെള്ളം തന്നെയാണ് നിറഞ്ഞ് ഇവിടുത്തെ വീടുകളിൽ കയറുന്നത്. പിന്നെ 3-4 മണിക്കൂർ കഴിഞ്ഞാലും മഴ തോന്നതിന് ശേഷം മാത്രമേ നമുക്ക് വീടുകളിൽ കയറാനോ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ എന്തിനും സാധിക്കുന്നുള്ളൂ. സാങ്കേതിക രോഗങ്ങൾ പലതും ഇവിടെ പഠിക്കപ്പെട്ട് പല പ്രായമായവരും കുട്ടികളും ഒരുപാട് കാലം ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് ചികിത്സയിലൊക്കെയാണ്. ഇവിടുത്തെ നഗരസഭയും സംസ്ഥാന സർക്കാരുമൊക്കെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനോ ഇത് അധികാരികളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ഉചിതമായ നടപടി സ്വീകരിക്കാനോ നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യം. ആ സത്യം അവശേഷിക്കുമ്പോൾ അതിൻ്റെ വിഴുപ്പ് അലക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പാപഭാരം ഏൽക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. ആ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതം മുഴുവൻ ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ്. ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യമുള്ള എല്ലാ പേരും ഇന്ന് തമ്പാനൂരിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം, അവർ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് തമ്പാനൂരിലെ ഏരിയ ഭാഗം ആൾക്കാരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തമ്പാനൂർ വിട്ടുപോയി കഴിഞ്ഞു. അതിൻ്റെ യഥാർത്ഥ കാരണം ഇവിടുത്തെ ഈ മലിനജലവും സീവേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വിഷയങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടെ സീവേജ് മാത്രമാണ് വിഷയമെങ്കിൽ ഇന്ന് കുടിവെള്ളവും കിട്ടുന്നില്ല. നിരവധി ദിവസങ്ങളിൽ ഇവിടെ കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം കൂടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് തമ്പാനൂരിലെ നിവാസികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഇവിടുത്തെ നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ LDF ആണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ നഗരസഭയും സംസ്ഥാന സർക്കാരുമെല്ലാം തന്നെ LDF ഭരിക്കുമ്പോൾ അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് മുന്നിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജനതയോട് എന്ത് കാണിച്ചിട്ടാണ് അവർക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാനുള്ളത്? ഈ ജനങ്ങളുടെ അടിസ്ഥാനപരമായ നീതി, അതായത് ഇവിടുത്തെ മലിനജലം, ഇവിടുത്തെ സാംക്രമിക രോഗങ്ങൾ, അത് പിടിപെടുത്തുകൊണ്ട് ഇവിടുത്തെ നിരവധി ആൾക്കാർക്ക് നിത്യേന രോഗിയായി മാറുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഇവിടുത്തെ ഭരണകൂടം ഈ തിരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും ഗവൺമെൻറ്, നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ നിരവധി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന താഴ്ന്ന പ്രദേശമായതുകൊണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടുത്തെ മെയിൻ ലൈനെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് ഇലക്ഷൻ മുന്നിലെത്തിയപ്പോൾ ഇവിടുത്തെ മെയിൻ ലൈനെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ഈ മലിനജലം കെട്ടി നിൽക്കുന്നത് താൽക്കാലികമായി മാറ്റിയെങ്കിൽ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഈ മാൻഹോളുകൾ പോലും
പൊട്ടിപ്പൊളിഞ്ഞ് അതിൽ നിന്ന് പുറത്തു ചാടുന്ന ഈ മലിനജലമാണ് ഇവിടെ വഴിയിൽ കെട്ടിക്കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്ര ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ സീവേജ് ഡിവിഷൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഇക്കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽ വേണ്ടപ്പോഴൊക്കെ തന്നെ ഇവിടുത്തെ റെസിഡൻറ്റ് അസോസിയേഷനുകളും ഇവിടുത്തെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ ഇന്ന് അവശേഷിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കാത്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദവും രാഷ്ട്രീയ നേതൃത്വവും ഭരണകർത്താക്കളും അടിയന്തരമായി തയ്യാറായിക്കൊണ്ട് ഈ തമ്പാനൂർ വസിക്കുന്ന ജനങ്ങളുടെ നിത്യജീവിതം സാംക്രമിക രോഗങ്ങളിൽ പിടിപെട്ട് ഉഴലുന്ന ആ സാധാരണക്കാരെ അവർക്ക് ഇവിടെ കൃത്യമായി ഇവിടെ സമാധാനപരമായി ജീവിക്കുവാൻ, ഇവിടുത്തെ രോഗാവസ്ഥ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.